ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ടോപ്പിക്ക് വായനാദിന ക്വിസ്. ഏത് പ്രക്ഷോഭത്തിന്റെ പശ്ചാത്തലത്തിലാണ് കുമാരനാശാൻ ദുരവസ്ഥ എന്ന ഖണ്ഡകാവ്യം എഴുതിയത്? ഉത്തരം മാപ്പിളലഹള എന്ന പ്രക്ഷോഭത്തിന്റെ പശ്ചാത്തലത്തിലാണ് കുമാരനാശാൻ ദുരവസ്ഥ എഴുതിയത്. മലയാളത്തിലെ ആദ്യ വനിതാ നോവലിസ്റ്റ് ആരാണ്? ഉത്തരം പാറുക്കുട്ടിയമ്മയാണ് മലയാളത്തിലെ ആദ്യ വനിതാ നോവലിസ്റ്റ്. വിദ്യാഭ്യാസത്തിലൂടെ പുരോഗതിയും സംഘടനയിലൂടെ ശക്തിയും ഈ വാക്കുകൾ ആരുടേതാണ്? ഉത്തരം ശ്രീനാരായണ ഗുരു. പ്രകാശം പരത്തുന്ന പെൺകുട്ടി എന്ന ചെറുകഥയുടെ രചയിതാവ് ആരാണ്? പ്രകാശം പരത്തുന്ന പെൺകുട്ടി എന്ന ചെറുകഥയുടെ രചയിതാവ് ആരാണ്? ഉത്തരം ടി പത്മനാഭന്റേതാണ് പ്രകാശം പരത്തുന്ന പെൺകുട്ടി. ബദിരവിലാപം എന്ന കാവ്യം രചിച്ചത് ആരാണ്? ഉത്തരം വള്ളത്തോൾ നാരായണമേനോൻ രചിച്ച കാവ്യമാണ് ബദിരവിലാപം. ആത്മാവിൽ ഒരു ചിത എന്ന പ്രശസ്ത കവിത രചിച്ചത് ആരാണ്? ആത്മാവിൽ ഒരു ചിത എന്ന പ്രശസ്ത കവിത രചിച്ചത് ആരാണ്? ഉത്തരം വയലാർ രാമവർമ്മയുടെ കൃതിയാണ് ആത്മാവിലൊരു ചിത. വേലക്കാരൻ എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് ആരാണ്? വേലക്കാരൻ എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് ആരാണ്? ഉത്തരം സഹോദരൻ അയ്യപ്പനാണ് വേലക്കാരൻ എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത്. ONV കുറുപ്പിന്റെ പൂർണ്ണനാമം എന്താണ്? ഉത്തരം ഒറ്റപ്ലാക്കൽ നീലകണ്ഠൻ വേലുക്കുറിപ്പ്. രമണൻ എന്ന വിലാപകാവ്യം രചിച്ചത് ആരാണ്? രമണൻ എന്ന വിലാപകാവ്യം രചിച്ചത് ആരാണ്? ഉത്തരം ചങ്ങമ്പുഴ കൃഷ്ണപിള്ള. അർത്ഥശാസ്ത്രം രചിച്ചത് ആരാണ്? ഉത്തരം കൗട്ടില്യനാണ് അർത്ഥശാസ്ത്രം രചിച്ചത്. പി കേശവദേവ് എന്ത് പശ്ചാത്തലമാക്കി രചിച്ച നോവലാണ് ഭ്രാന്താലയം? ഉത്തരം പി കേശവദേവ് ഇന്ത്യാ വിഭജനം പശ്ചാത്തലമാക്കി രചിച്ച നോവലാണ് ഭ്രാന്താലയം. ഏത് സംഘടനയുടെ മുഖപത്രമാണ് യോഗനാഥം? ഏത് സംഘടനയുടെ മുഖപത്രമാണ് യോഗനാഥം? ഉത്തരം SNDPയുടെ മുഖപത്രമാണ് യോഗനാഥം. ഇന്ത്യൻ എക്സ്പ്രസ് പത്രത്തിന്റെ സ്ഥാപകൻ ആരാണ്? ഉത്തരം ശ്രീ രാംനാഥ് ഗോയങ്കയാണ് ഇന്ത്യൻ എക്സ്പ്രസ് പത്രത്തിന്റെ സ്ഥാപകൻ. പറങ്കിമല എന്ന നോവലിന്റെ രചയിതാവ് ആരാണ്? പറങ്കിമല എന്ന നോവലിന്റെ രചയിതാവ് ആരാണ്? ഉത്തരം കാക്കനാടന്റെ നോവലാണ് പറങ്കിമല. ലളിതാംബിക അന്തർജനം രചിച്ച ഒരേയൊരു നോവൽ ഏതാണ്? ഉത്തരം അഗ്നിസാക്ഷിയാണ് ലളിതാംബിക അന്തർജനം രചിച്ച ഒരേയൊരു നോവൽ. കൗടില്യന്റെ അർത്ഥശാസ്ത്രത്തിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള ചൂർണി എന്ന നദി ഏതാണ്? ഉത്തരം പെരിയാറാണ് കൗടില്യന്റെ അർത്ഥശാസ്ത്രത്തിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള ചൂർണി എന്ന നദി. നാരായണ ഗുരുസ്വാമി എന്ന ജീവചരിത്രം എഴുതിയത് ആരാണ്? ഉത്തരം MK സാനുവാണ് നാരായണ ഗുരുസ്വാമി എന്ന ജീവചരിത്രം എഴുതിയത്. 12 നീതിമാന്മാർ എന്ന പ്രശസ്ത നാടകത്തിന്റെ രചയിതാവ് ആരാണ്? 12 നീതിമാന്മാർ എന്ന പ്രശസ്ത നാടകത്തിന്റെ രചയിതാവ് ആരാണ്? ഉത്തരം ചാർലി ചാപ്ലിൻ. പോസ്റ്റ് ഓഫീസ് എന്ന കൃതിയുടെ കർത്താവ് ആരാണ്? ഉത്തരം പോസ്റ്റ് ഓഫീസ് എന്ന കൃതിയുടെ കർത്താവ് രവീന്ദ്രനാഥ് ടാഗോർ. ഏദൻ നദിയിലെ രാജഹംസം എന്നറിയപ്പെടുന്ന വിശ്വസാഹിത്യകാരൻ ആരാണ്? ഉത്തരം വില്യം ഷേക്സ്പിയർ ആണ് ഏദൻ നദിയിലെ രാജഹംസം എന്നറിയപ്പെടുന്ന വിശ്വസാഹിത്യകാരൻ. മലയാള സാഹിത്യത്തിലെ ആദ്യ മഹാകവി ആരാണ്? മലയാള സാഹിത്യത്തിലെ ആദ്യ മഹാകവി ആരാണ്? ഉത്തരം ചെറുശ്ശേരിയാണ് മലയാള സാഹിത്യത്തിലെ ആദ്യ മഹാകവി. ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് ആരുടെ ആദ്യ രചനയായിരുന്നു? ഉത്തരം ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യ രചനയായിരുന്നു ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട്. അപ്പുണ്ണി എന്ന കഥാപാത്രം ഏത് കൃതിയിലേതാണ്? അപ്പുണ്ണി എന്ന കഥാപാത്രം ഏത് കൃതിയിലേതാണ്? ഉത്തരം നാലുകെട്ട് എന്ന കൃതിയിലെ കഥാപാത്രമാണ് അപ്പുണ്ണി. ആലീസ് ഇൻ വണ്ടർലാൻഡ് എന്ന ലോകപ്രശസ്ത കൃതിയുടെ കർത്താവ് ആരാണ്?
ഉത്തരം ലൂയിസ് കരോളാണ് ആലീസ് ഇൻ വണ്ടർലാൻഡ് എന്ന കൃതിയുടെ കർത്താവ്. മയൂര സന്ദേശം രചിച്ചത് ആരാണ്? മയൂര സന്ദേശം രചിച്ചത് ആരാണ്? ഉത്തരം കേരളവർമ്മ വലിയകോയി തമ്പുരാനാണ് മയൂര സന്ദേശം രചിച്ചത്. ഇന്ത്യൻ ചിത്രകലയുടെ പിതാവ് ആരാണ്? ഇന്ത്യൻ ചിത്രകലയുടെ പിതാവ് ആരാണ്? ഉത്തരം നന്ദലാൽ ബോസ്. മലയാളത്തിലെ ആദ്യ സ്ത്രീപക്ഷ കവിത ഏതാണ്? മലയാളത്തിലെ ആദ്യ സ്ത്രീപക്ഷ കവിത ഏതാണ്? ഉത്തരം ചിന്താവിഷ്ടയായ സീത. സിനിമയാക്കിയ ആദ്യ മലയാള നോവൽ ഏതാണ്? ഉത്തരം മാർത്താണ്ഡവർമ്മയാണ് സിനിമയാക്കിയ ആദ്യ മലയാള നോവൽ. മലയാളത്തിന് ലോക സാഹിത്യത്തിന്റെ കവാടങ്ങളിലേക്ക് പ്രവേശിക്കാൻ സഹായിച്ച കൃതി ഏതാണ്? ഉത്തരം തകഴിയുടെ ചെമ്മീനാണ് മലയാളത്തിന് ലോക സാഹിത്യത്തിന്റെ കവാടങ്ങളിലേക്ക് പ്രവേശിക്കാൻ സഹായിച്ച കൃതി. ബാലാമണി അമ്മയുടെ പ്രഥമ കൃതി ഏതാണ്? ഉത്തരം കൂപ്പുകൈയാണ് ബാലാമണി അമ്മയുടെ പ്രഥമ കൃതി. മലയാളത്തിലെ ആദ്യത്തെ വഞ്ചിപ്പാട്ട് ഏതാണ്? മലയാളത്തിലെ ആദ്യത്തെ വഞ്ചിപ്പാട്ട് ഏതാണ്? ഉത്തരം കുചേലവൃത്തം വഞ്ചിപ്പാട്ടാണ് മലയാളത്തിലെ ആദ്യത്തെ വഞ്ചിപ്പാട്ട്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.